ഇനി മുതൽ നമുക്ക് അപ്ഗ്രേഡബിൾ ഗൺസ് റെഡീം ചെയ്യാൻ പറ്റും BGMയ്ക്കകത്തും. അതുപോലെ ഫ്രീ ആയിട്ട് മിനി മെറ്റീരിയൽ, മിത്തിക് എംബ്ലം, ഫ്രാഗ്മെന്റ് അതൊക്കെ കിട്ടുന്ന ഒരു ഇവന്റ് കൂടെ വന്നിട്ടുണ്ട്. അപ്പം മിത്തിക് ഫോർജിൽ താഴെയായിട്ട് റാൻഡം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 കാർഡ് വരും. ഇതിൽ ഇഷ്ടമുള്ള നിങ്ങൾ ചൂസ് കഴിഞ്ഞാൽ ഇത് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് 50% ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും. അപ്പം അത്രയും ഡിസ്കൗണ്ട് അനുസരിച്ച് നമുക്കിവിടെ പാതി വിലയ്ക്ക് മിത്തിക് എംബ്ലം കൊടുത്ത് റെഡീം ചെയ്യാൻ പറ്റും. അതായത് 10 മിത്തിക് എംബ്ലം കൊടുത്താലാണ് സാധാരണ ഔട്ട്ഫിറ്റ് കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് 50% ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് 5 മിത്തിക് എംബ്ലം കൊടുത്ത് എനിക്ക് റെഡീം ചെയ്യാൻ പറ്റും. അതേ കേസ് തന്നെയാണ് അപ്ഗ്രേഡബിൾ ഗണ്ണിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഔട്ട്ഫിറ്റ്. നമുക്ക് ഔട്ട്ഫിറ്റ് ഒക്കെ നോക്കിയിട്ട് അപ്ഗ്രേഡബിൾ ഗണ്ണിൻ്റെ ഭാഗത്തേക്ക് പോകാം. നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റ്. രണ്ടാമത്തെ ഔട്ട്ഫിറ്റ്. ഓക്കെ, രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ജസ്റ്റ് അതിനൊരു ഇമോട്ടുണ്ട്, മിത്തിക് ഇമോട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മിത്തിക് ഫോർജ് വരുന്ന ഔട്ട്ഫിറ്റിനും ഇമോട്ട് കാണാറുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ഔട്ട്ഫിറ്റ് നോക്കാം. ഓക്കെ, മൂന്നാമത്തെ ഔട്ട്ഫിറ്റ്, നാലാമത്തെ ഔട്ട്ഫിറ്റ്. ഓക്കെ, കുഴപ്പമില്ല. അഞ്ചാമത്തെ ഔട്ട്ഫിറ്റ് നോക്കാം. ഇതാണ് അഞ്ചാമത്തെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇത് ആറാമത്തെ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വെറുതെ ടൈം കളയുന്നില്ല. നമുക്ക് ഇനി ഓരോന്നോരോന്ന് കാണിച്ചത്. ഇതാണ് നമ്മുടെ ഉസിയുടെ സ്കിന്ന്. പിന്നെ പാൻറ് സ്കിന്നും ഉണ്ട്. ഓക്കെ, ഉസിയുടെ സ്കിന്നിലായിരിക്കും എല്ലാവർക്കും താല്പര്യം. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്ഗ്രേഡബിൾ USD വന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തൊരു ലെവൽ 2ലേക്ക് ആക്കും എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ എനിക്ക് 2 എംബ്ലം കൊടുത്ത് ഇത് റെഡീം ചെയ്യാൻ പറ്റും. 8 എംബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഗ്രേഡബിൾ ഗണ്ണ് എനിക്ക് ഇല്ല, വേറെ ഒരു DP ആണുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇത് റെഡീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും ഗണ്ണ് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഡാസിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മെറ്റീരിയലിന് കിട്ടും, അതായത് ഒരു നമ്മുടെ മിത്തിക് എംബ്ലത്തിന് അത് കിട്ടും. അപ്പം അതും റെഡീം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി എൻ്റെ 5 മിത്തിക് എംബ്ലം ഉണ്ട്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഏതെങ്കിലും നല്ല കിടിലം ഗണ്ണ് വരും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ 5 എംബ്ലം കളയാതെ ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സംഭവങ്ങൾ കിട്ടുമെന്ന്, അതായത് മെറ്റീരിയൽ കിട്ടുമെന്ന്, അല്ലെങ്കിൽ മിത്തിക് എംബ്ലം ഫ്രാഗ്മെൻ്റ് ഒക്കെ കിട്ടുമെന്ന്. അതെവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. അത് നിങ്ങൾ ക്രിയേറ്റിൻ്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഫോർച്യൂൺ റിഫൈനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബേസിക്കലി സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഐറ്റംസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ മെറ്റീരിയൽ, എവിടെ ഫ്രാഗ്മെൻ്റ് എന്ന് അതൊക്കെ വഴിയെ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ കയ്യിലുള്ള അല്ലറ ചില്ലറ ഉടായ്പോർ ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ഗ്രാഫിറ്റി, അതുപോലെ തന്നെ ജമ്പ് ചെയ്യുമ്പോഴുള്ള സംഭവം, അങ്ങനെ കുറേ അല്ലറ ചില്ലറ വേസ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മുടെ ഇൻവെൻറ്ററി കാണും. അതിവിടെ എടുത്ത് ഇതിൻ്റെ കോയിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് സ്പിൻ ചെയ്യാനുള്ള കോയിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. നിങ്ങൾ കൊടുക്കുക, കോയിനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരുപാട് ചവറ് ഗ്രാഫിറ്റി ഒക്കെ ഉള്ളവർക്ക് ഇത് കിടിലൊരു വരദാനമാണ്. പിന്നെ ഇതിൽ സ്പിൻ ചെയ്യുമ്പോൾ കിട്ടിയ ഐറ്റംസ് വീണ്ടും കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് ആ കോഴിയുടെ ഇത് കിട്ടി, ഇനി അത് കിട്ടത്തില്ല. അപ്പം കിട്ടിയത് തന്നെ തന്ന് വെറുപ്പിക്കത്തില്ല. ഇത് ഈ കാണുന്ന ഫുൾ സംഭവം നമ്മൾ കളക്ട് ചെയ്തെടുക്കണം. അതായത് നമുക്ക് വേണ്ടാത്ത സാധനം തന്നെയാണ്, പക്ഷേ അത് കളക്ട് ചെയ്തെടുത്ത് ഇത് ഫുള്ള് കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന കണക്ക് ഇത് അപ്ഗ്രേഡ് ആവും. അതായത് ഈ ഒരു ക്രേറ്റ് അപ്ഗ്രേഡ് ആയിട്ട് വേറൊരു ക്രേറ്റിലേക്ക് കൺവേർട്ട് ആവും. അതിന് നമ്മളിത് ഫുള്ള് കോയിൻ കൊടുത്തിട്ട് ഇതിങ്ങനെ കറക്കണം. അതായത് നമ്മുടെ കയ്യിലുള്ള ഈ ഐറ്റംസ് കോയിൻ തീരുന്നതനുസരിച്ച് വീണ്ടും വിറ്റ് കോയിനായിട്ട് കൺവേർട്ട് ചെയ്ത് ഫുള്ള് തുറക്കണം. ഓരോരോ ക്രേറ്റ് തുറക്കുന്നതനുസരിച്ച് കോയിൻ കൂടിക്കൊണ്ടിരിക്കും. അതായത് ഓപ്പൺ ആക്കേണ്ട കോയിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് തുറക്കുക. ഓക്കെ, അങ്ങനെ തുറന്ന് ഫുൾ ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വേറൊരു ക്രേറ്റ് ആയിട്ട് ഇത് കൺവേർട്ട് ആവും. എന്നിട്ട് ആ ക്രേറ്റിൽ നിന്നാണ് നമുക്ക് മിനി മെറ്റീരിയൽ, അതുപോലെ മിത്തിക് എംബ്ലം ഫ്രാഗ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എക്സൂട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഫ്രാഗ്മെൻറ്റ്, അതൊക്കെ കിട്ടുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ ഇതൊന്നും നഷ്ടം വരില്ല. ഇൻവെൻട്രി വേസ്റ്റായിട്ട് കിടക്കുന്ന കുറച്ച് ഗ്രാഫിറ്റീസാണ് നമുക്ക് നഷ്ടം വരത്തുള്ളൂ. അത് നഷ്ടമായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപാട് ഗ്രാഫിറ്റി ഉള്ളവർക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് കറക്കാം. ഇതിൽ ഫുള്ള് നമ്മൾ കറക്കി എല്ലാം കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുള്ള് കറക്കി ഇതിൽ കിടക്കുന്ന ഈ കോഴി അല്ലെങ്കിൽ ഇങ്ങനെ കുറേ അല്ലറ ചില്ലറ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് റിവാർഡ്സ് ഉണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ക്രേറ്റ് അപ്ഗ്രേഡ് ആവുന്നത്. അപ്പം എല്ലാവർക്കും സംശയം മാറുന്നതായിരിക്കുന്നു. അപ്പോൾ മെറ്റീരിയൽ കിട്ടും, ധൈര്യമായിട്ട് കറക്കുക. ഊസി റെഡീം ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിൽ നിന്ന് മെറ്റീരിയൽ കിട്ടി അത് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. അപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.